സ്വസ്ഥനായിട്ട് ഒരു മനുഷ്യനെ കാണുന്നില്ലല്ലോ പഠിച്ചോനെ. ഹായ് ഹലോ എല്ലാവർക്കും സ്വാഗതം. ഞാൻ മസ്താനി. ആളെ കിട്ടിപ്പോയി മതി. ഇന്നത്തെ എന്റെ കൂടെ വന്നിരിക്കുന്ന കപ്പിൾസിനെ കുറിച്ച് പറയാനാണെങ്കിൽ എന്താന്ന് വെച്ചാൽ തെളിച്ച് പറയൂ. തെൻട്രി അല്ല എൻട്രി. അവരിങ്ങനെ ഉമ്മ വെച്ച് വൈറലായ ആൾക്കാരാണ്. ആരുടെ ഇൻസ്റ്റഗ്രാം തുറന്നോ എല്ലാ കവർപ്പിക്കും ഉമ്മയാണ്. എവിടെ ചെന്നാലും ഒരു വക ആൾക്കാർ. അത് ഓപ്പൺ ചെയ്താൽ തന്നെ കാണുന്നത് എല്ലാത്തിലും ഇന്നും ചുമ്മാ അങ്ങനെ ഉമ്മ വെക്കോ എപ്പോഴും ഇങ്ങനെ ഉമ്മ വെക്കാൻ തുടങ്ങി. ഉത്തരം കൊടുക്ക്. എനിക്ക് നാണാവുക. അതെ, ആദ്യമായിട്ട് ഉമ്മ വെച്ചപ്പോ റീച്ച് കിട്ടിയപ്പോ പിന്നെ അത് കണ്ടിന്യൂ. ഞാൻ വിചാരിച്ച പോലല്ല. ആദ്യമായിട്ട് ഉമ്മ വെച്ചത് എപ്പോഴും എനിക്കെന്തോ പോലെ. ഇല്ല, ജസ്റ്റ് ക്ലോസ് ആയി നിന്നപ്പോ നമുക്ക് കുറച്ച് റീച്ച് കിട്ടിയിട്ടുണ്ടായിരുന്നു. ഉമ്മയിലേക്ക് മാറിയപ്പോ കുറച്ചുകൂടെ റീച്ച് കൂടി. ഒരു വെള്ളം കുടിച്ച് തിരിയുമ്പോ ഇവള് നാറ്റിക്കോ? ഞാൻ അപ്പോഴേ പറഞ്ഞില്ലേ, ഫുഡ് കഴിച്ച് തിരിയുമ്പോ ഇത് ഇങ്ങനെ പോയാ എവിടെ ചെന്നാ അവസാനിക്കുക? ഇത് എങ്ങനെയാ നിങ്ങൾ മനപ്പുറം ഉമ്മ എങ്ങനെ ഇതിന്റെ ഇടയിൽ നിന്ന് തിരികെ കേട്ടിട്ടുണ്ട്? നീ സിംഗിൾസിനെ പറ്റിക്കല്ലേ? കഴിവുണ്ടായിട്ട് മാത്രം കാര്യമില്ലടാ, കുറെയൊക്കെ ഭാഗ്യം കൂടി വേണം. പക്ഷെ എന്തൊക്കെ പറഞ്ഞാലും നിങ്ങളുടെ ഉമ്മ കാണാൻ ആൾക്കാര് ക്യൂ ആണ്. ക്യൂ പാലിക്കൂ, ആരും ആക്രാന്തം കാണിക്കരുത്. ക്യൂ പാലിക്കൂ, ക്യൂ പാലിക്കൂ പ്ലീസ്. എന്തെങ്ങനെ എനിക്ക് തോന്നുന്നു പാൻ ഇന്ത്യൻ ലെവൽ റീച്ച് ഉണ്ടല്ലേ നിങ്ങളുടെ ഉമ്മക്ക്? ചുമ്മാ സത്യം ഇങ്ങനത്തെ വീഡിയോസ് ആണ് കുറച്ച് റീച്ച് പോകുന്നത്. അത് ശരിയാ. അത് കൊച്ചമ്മ പറയാതെ എനിക്കറിയില്ലേ. അപ്പൊ ഞങ്ങൾ ഓർക്കും ശരി എന്നാ പിന്നെ അതന്നെ ചെയ്യാം. ഓഹോ, അങ്ങനെയാണ് സംഗതിയുടെ കിടപ്പ്. അപ്പം അവർക്ക് ജിലേബി കൊടുത്തിട്ടുണ്ട്. അത് വെച്ചിട്ടും അവരെന്തൊക്കെയോ കാണിക്കാന്ന് പറയുന്നുണ്ട്. അത്രയും വേണോ? വേണം, കുറച്ച് കടുപ്പത്തിരിക്കട്ടെ. കൊതിപ്പിക്കല്ലേ ഭഗവാനെ. എനിക്കിതൊന്നും കാണാൻ കൊള്ളാലോ, വക്കീല് പറഞ്ഞപ്പോ ഞാൻ ഇത്രയും പ്രതീക്ഷിച്ചില്ല.